നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. നോർവേ ചെസ്സിൽ ലോക ചാമ്പ്യൻ ഗുഗേഷും ലോകത്തിലെ ഏറ്റവും മികച്ച പ്ലെയറായ മാഗ്നസ് കാൾസനും തമ്മിൽ വീണ്ടും നേർക്കുനേർ വന്നിരിക്കുകയാണ്. ഇത്തവണ ഗുഗേഷ് വൈറ്റ് സൈഡും കാൾസൺ ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് E4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു, ബ്ലാക്ക് E5 മൂവ് ചെയ്യുന്നു. വൈറ്റിനെ F3 ഡെവലപ്പ് ചെയ്യുന്നു, ബ്ലാക്കിനെ C6 ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ B5 ഡെവലപ്പ് ചെയ്തുകൊണ്ട് റോയൽ ഓപ്പോസ് ഓപ്പണിംഗ് സെലക്ട് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ F6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് E4 പോണെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബെല്ലൻ ഡിഫൻസ് ആണ്. വൈറ്റ് D3 ചെയ്തുകൊണ്ട് ആ പോണന്റ് സപ്പോർട്ട് കൊടുക്കുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ C5 ഡെവലപ്പ് ചെയ്തുകൊണ്ട് കാസ്റ്റിനുള്ള സൗകര്യം ഉണ്ടാക്കുന്നു. ഇവിടെ വൈറ്റ് C3 മുതൽ ശേഷം രണ്ടുപേരും കിങ്സ് എല്ലിലേക്ക് കാസ്റ്റിംഗ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് ആദ്യം D6 ചെയ്തുകൊണ്ട് ബിഷപ്പിന്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. വൈറ്റ് H3 ചെയ്തുകൊണ്ട് G4 സ്കോറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ഇവിടെ കാൾസൺ ഈ നൈറ്റും ബിഷപ്പുമായിട്ട് ഒരു എക്സ്ചേഞ്ചിന് ഫോഴ്സ് ചെയ്യാണ്. അതിനായിട്ട് A6 ചെയ്തുകൊണ്ട് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. എന്നാൽ ഗുഗേഷ് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ബിഷപ്പിനെ A4 മൂവ് ചെയ്യുന്നു. ബ്ലാക്കിന് ഇപ്പോൾ വേണമെങ്കിൽ B5 ചെയ്തുകൊണ്ട് ആ ബിഷപ്പിനെതിരെ വീണ്ടും അറ്റാക്ക് കൊടുക്കാം. എന്നാൽ കാൾസൺ ആദ്യം H6 ചെയ്തുകൊണ്ട് G5 സ്കോറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. വൈറ്റ് റൂക്കിനെ E1 കൊണ്ടുവന്ന ശേഷം B5 ചെയ്തുകൊണ്ട് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ബിഷപ്പിനെ C2 മൂവ് ചെയ്യുന്നു. ഇവിടെ പോൺ വെച്ച് ഇങ്ങനൊരു അറ്റാക്ക് വരുന്നതിന് മുമ്പായിട്ട് ബ്ലാക്ക് ബിഷപ്പിനെ B6 മൂവ് ചെയ്യുന്നു. വൈറ്റ് ഡെവലപ്പ് ആവാത്ത നൈറ്റിനെ D2 ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിൻ്റെ ഈ C5 നൈറ്റിന് മുന്നോട്ട് വരാൻ കഴിയില്ല. ആ നൈറ്റിനെ കൂടെ കിങ്സ് എല്ലിലേക്ക് കൊണ്ടുപോകാനാണ് നൈറ്റിനെ E7 മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിൻ്റെ നൈറ്റിനും ഏകദേശം അതേ അവസ്ഥയാണ്. ഇപ്പോൾ B3 വന്നാലും പിന്നീട് മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്നാൽ ബ്ലാക്കിൻ്റെ ഈ B5 പോണിനെ ഇവിടുന്ന് ഒഴിവാക്കാൻ കഴിഞ്ഞാൽ ആ നൈറ്റിന് വളരെ നല്ലൊരു സ്ക്വയർ കിട്ടും. ഗുഗേഷ് അതിനായിട്ട് തന്നെ ശ്രമിക്കുകയാണ്. A4 ചെയ്തുകൊണ്ട് B5 പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ ആ എക്സ്ചേഞ്ചിലേക്ക് പോകുകയാണെങ്കിൽ വൈറ്റിനെ നൈറ്റിനെ സെൻറ്ററിലേക്ക് കൊണ്ടുവരാം. എന്നാൽ അക്സെപ്റ്റ് ചെയ്യാതിരുന്നാൽ വൈറ്റ് പോൺ വെച്ച് പോണിട്ടുമ്പോൾ ബ്ലാക്കിൻ്റെ പോൺ വെച്ച് തിരിച്ചുവിട്ടാൻ പറ്റില്ല. കാരണം ബ്ലാക്കിൻ്റെ റൂക്കിന് വേറെ സപ്പോർട്ടില്ല. അതുകൊണ്ട് ബ്ലാക്ക് ആദ്യം റൂക്കിനെ അവിടെ നിന്ന് മാറ്റാണ്. റൂക്കിനെ B8 മൂവ് ചെയ്യുന്നു. ഇപ്പോൾ വൈറ്റ് പോൺ വെച്ച് പോണിട്ടാലും ബ്ലാക്കിന് പോൺ വെച്ച് തിരിച്ചെട്ടിക്കൊണ്ട് ഈ സ്കോറിലേക്ക് വീണ്ടും കൺട്രോൾ കൊണ്ടുവരാം. എന്നാൽ വൈറ്റ് ഇപ്പോൾ അങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം D4 മൂവ് ചെയ്യുന്നു. ഇപ്പോൾ ബ്ലാക്ക് പോൺ വെച്ച് പോണിട്ടാണെങ്കിൽ വൈറ്റിന് പോൺ വെച്ച് തിരിച്ചോട്ടാം. അപ്പോഴും വൈറ്റിൻ്റെ സെൻറ്ററിലെ പോണുകൾ അതുപോലെ തുടരുകയും ബ്ലാക്കിന് സെൻറ്ററിലുള്ള ഒരു പോൺ നഷ്ടപ്പെടുകയും ചെയ്യും. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്തില്ല എങ്കിൽ വൈറ്റിന് പോൺ വെച്ച് പോണിട്ടാം. ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചോട്ടുമ്പോൾ നൈറ്റ് വെച്ച് തിരിച്ചോട്ടിക്കൊണ്ട് ഒരു പോണിനെ കൂടെ ലാഭം നേടിയെടുക്കാനും നൈറ്റിനെ ബോർഡിൻ്റെ സെൻറ്ററിലേക്ക് എത്തിക്കാനും കഴിയും. അതുകൊണ്ട് ബ്ലാക്ക് ഇവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം നൈറ്റിനെ G6 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിന് സപ്പോർട്ട് എടുക്കുന്നു. വൈറ്റ് നൈറ്റിനെ F1 മൂവ് ചെയ്തുകൊണ്ട് ക്വീൻ്റെ ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് ഒരു എക്സ്ചേഞ്ച് ഓഫർ ആണ്. C5 ചെയ്തുകൊണ്ട് D4 പോണെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടാണെങ്കിൽ ബ്ലാക്കിന് ബിഷപ്പ് വെച്ച് തിരിച്ചോട്ടാം. എന്നാൽ വൈറ്റ് ഇവിടെ പോൺ വെച്ച് പോണിട്ടാനോ അല്ലെങ്കിൽ ആ പോണിനെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല. പകരം നൈറ്റിനെ G3 കൊണ്ടുവരുന്നു. ഈ സമയത്ത് ബ്ലാക്ക് ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. പോൺ വെച്ച് പോണിട്ടുന്നു, വൈറ്റ് പോൺ വെച്ച് തിരിച്ചോട്ടുന്നു. ബ്ലാക്ക് അടുത്ത പോൺ വെച്ച് A4 പോൺ എടുക്കുന്നു. വൈറ്റ് ബിഷപ്പ് വെച്ച് തിരിച്ചു കിട്ടുന്നു. ഇവിടെ ബ്ലാക്ക് ബിഷപ്പിനെ B7 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഈ ഡയഗണലിലേക്ക് ഒരു കൺട്രോളർ കൊണ്ടുവരുന്നു. വൈറ്റ് D5 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിൻ്റെ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നു. ഇപ്പോൾ ഈ ലൈറ്റ് സ്ക്വയർ ബിഷപ്പിൻ്റെ ഡയഗണൽ ക്ലോസ് ആയിട്ടുണ്ടെങ്കിലും ഡാർക്ക് സ്ക്വയർ ബിഷപ്പിൻ്റെ ഡയഗണൽ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. ഇവിടെ ബ്ലാക്ക് A5 ചെയ്ത ശേഷം വൈറ്റ് ഈ പ്രശ്നം പരിഹരിക്കുകയാണ്. അതിനായിട്ട് ബിഷപ്പിനെ E3 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒരു ബിഷപ്പ് എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ആദ്യം ബിഷപ്പിനെ C8 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിന് റൂക്കിൻ്റെ സപ്പോർട്ടോടെ കൊടുക്കുന്നതോടൊപ്പം B2 സ്കോറിലേക്കും ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ഇനി ഈ എക്സ്ചേഞ്ചിന് ശേഷം ബ്ലാക്കിന് ആ B2 പോണിനെ കൂടെ വെട്ടിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് വൈറ്റ് B3 ചെയ്തുകൊണ്ട് ആ പോണിനെ സേഫ് ആക്കുന്നു. ഈ സമയത്ത് ബ്ലാക്ക് ബിഷപ്പ് വെച്ച് ബിഷപ്പിനിട്ടുന്നു, വൈറ്റ് റൂക്ക് വെച്ച് തിരിച്ചിട്ടുന്നു. ഇതോടെ ബ്ലാക്ക് ഓരോ പീസുകളായിട്ട് അറ്റാക്കിലേക്ക് കൊണ്ടുവരാണ്. ആദ്യം നൈറ്റിനെ F4 കൊണ്ടുവരുന്നു. ഇതോടെ വൈറ്റിൻ്റെ കിങ് സൈഡിലേക്കുള്ള വളരെ പ്രധാനപ്പെട്ട സ്കോറുകളിലേക്ക് ബ്ലാക്കിന് നൈറ്റ് വെച്ച് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ വൈറ്റ് ബിഷപ്പിനെ C6 മൂവ് ചെയ്ത ശേഷം ബ്ലാക്ക് റൂക്കിനെ B4 കൊണ്ടുവന്ന് E4 പോണെതിരെ ഒരറ്റ കൂടെ കൊടുക്കുന്നു. വൈറ്റ് ക്വീനെ C2 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഇവിടെ കാൾസൺ ഈ ലൈറ്റ് സ്ക്വയർ ബിഷപ്പിനെ കൂടെ ഈ ഡയഗണലിലേക്ക് കൊണ്ടുവന്ന് ഒരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. എന്നാൽ ആ ബിഷപ്പ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് മാറുകയാണെങ്കിൽ ബ്ലാക്കിന് ഈ ഡയഗണലിലേക്കുള്ള കൺട്രോൾ നഷ്ടപ്പെടും, പ്രധാനമായിട്ടും ഈ F5 സ്കോറിലെ കൺട്രോൾ. അതുകൊണ്ട് തന്നെ പിന്നീട് വൈറ്റിന് നൈറ്റിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാനും പ്രധാനപ്പെട്ട ഈ രണ്ട് സ്കോറുകളിലേക്കും ഒരു കൺട്രോൾ കൊണ്ടുവരാനും കഴിയും.
അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ബ്ലാക്ക് ആദ്യം അത് പരിഹരിക്കുകയാണ്. G6 മൂവ് കൊണ്ട് F5 സ്ക്വയറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ഇവിടെ വൈറ്റ് കിങ്ങിനെ H1ലേക്ക് മൂവ് ചെയ്ത ശേഷം ബ്ലാക്ക് ബിഷപ്പിനെ A6ലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ ഇപ്പോൾ ഈ D3 സ്ക്വയറിലേക്ക് വൈറ്റിന് 2 പീസുകൾ വെച്ച് കൺട്രോൾ ഉള്ളതുകൊണ്ട് ബ്ലാക്കിൻ്റെ ഈ അറ്റാക്ക് അത്ര പ്രശ്നമല്ല. എന്നാൽ വൈറ്റ് ഇവിടെ ഒരു കൗണ്ടർ അറ്റാക്കിന് ശ്രമിക്കുകയാണ്. ക്വീനെ A2ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് A5 പോണിനെതിരെ 2 പീസുകൾ വെച്ച് അറ്റാക്ക് കൊടുക്കുന്നു. ആ പോണിപ്പോൾ ക്വീൻ്റെ സപ്പോർട്ട് അത്രമേ ഉള്ളൂ. ബ്ലാക്കിനിപ്പോൾ ആ പോണിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് യാതൊരു വഴിയുമില്ല. അതുകൊണ്ട് ബിഷപ്പിനെ D3ലേക്ക് കൊണ്ടുവന്ന് E4 പോണിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. വൈറ്റിനെ D2ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ബ്ലാക്കിനിപ്പോഴും ഈ A5 പോണിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് യാതൊരു വഴിയില്ല. അതുകൊണ്ട് പോൺ വെച്ച് ഈ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുത്തുകൊണ്ട് ഈ E4 പോണുള്ള ഒരു സപ്പോർട്ട് ഇവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം H5 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് ആ പോണിനെ നേടിയെടുക്കുകയാണ്. ക്വീന് വെച്ച് A5 പോണെടുത്തുകൊണ്ട് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇപ്പോൾ റൂക്കിനെതിരെയും ക്വീനെതിരെ അറ്റാക്ക് ഉണ്ട്. ബ്ലാക്ക് ഇവിടെ ഒരു ക്വീൻ എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോവുകയാണ്. ക്വീനെ വെച്ച് ക്വീൻ ഇട്ടുന്നു, വൈറ്റ് റൂക്ക് വെച്ച് തിരിച്ചു കിട്ടുന്നു. ബ്ലാക്ക് പ്ലാൻ ചെയ്ത അറ്റാക്കിലേക്ക് തന്നെ പോവുകയാണ്. പോൺ ഉപയോഗിച്ച് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ആ നൈറ്റിന് സേഫായിട്ട് പോകാൻ ഈ F1 സ്ക്വയർ മാത്രമേ ഉള്ളൂ. അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ ബിഷപ്പ് വെച്ച് ആ നൈറ്റിനെ ഇവിടെ എടുക്കാം. അപ്പോൾ എന്തായാലും നൈറ്റ് വെച്ച് തിരിച്ചു കിട്ടേണ്ടി വരും. അങ്ങനെ ഈ നൈറ്റ് ഇങ്ങോട്ടേക്ക് മാറുമ്പോൾ E4ലേക്കുള്ള കൺട്രോൾ നഷ്ടപ്പെടുകയും ബ്ലാക്കിന് ആ പോണിനെ കൂടെ വെട്ടിയെടുക്കാൻ അവസരം കിട്ടുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഗുഗേഷ് ഇപ്പോൾ ഈ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല. പകരം റൂക്കിനെ A4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഒരു റൂക്ക് എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ റൂക്ക് വെച്ച് റൂക്കിനെ വിട്ടാണെങ്കിൽ ബിഷപ്പ് വെച്ച് തിരിച്ചു വെട്ടാം. അതിനുശേഷം ഈ നൈറ്റിനെ നേടിയെടുക്കുകയാണെങ്കിൽ വൈറ്റിന് പോൺ വെച്ച് തിരിച്ചു വെട്ടിക്കൊണ്ട് ബ്ലാക്കിന് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കാം. ഇതോടെ ഒരേ സമയം ബ്ലാക്കിൻ്റെ 2 പീസുകൾ അറ്റാക്കിലാകും. ഈ നൈറ്റിൻ്റെ സപ്പോർട്ടിലാണ് ഈ ബിഷപ്പ് ഉള്ളത്. നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുകയാണെങ്കിൽ ഈ ബിഷപ്പിന് ഇട്ടെടുക്കാം. അല്ലാതെ അറ്റാക്കിൽ നിന്നും റൂക്കിനെ എങ്ങോട്ടെങ്കിലും മാറ്റുകയാണെങ്കിൽ വൈറ്റിൻ്റെ റൂക്ക് വെച്ച് E4 പോണിൻ്റെ സപ്പോർട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ ഈ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാം. അല്ലാതെ ഈ അറ്റാക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെ റൂക്കിനെ D4ലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അടുത്ത നൈറ്റിനെ F3ലേക്ക് കൊണ്ടുവന്ന് ആ റൂക്കിനെതിരെ വീണ്ടും അറ്റാക്ക് കൊടുക്കാം. ഇങ്ങനെയെല്ലാം പ്രശ്നങ്ങളുള്ളതുകൊണ്ട് കാൾസൺ ഇപ്പോൾ റൂക്കുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ റൂക്കിനെ അറ്റാക്കിൽ നിന്ന് കൊണ്ടിലും മാറ്റാനോ ശ്രമിക്കുന്നില്ല. പകരം അടുത്ത റൂക്കിനെ B8ലേക്ക് കൊണ്ടുവന്ന് B4 റൂക്കിനെ സപ്പോർട്ട് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ ഇങ്ങനെ ഒരു റൂക്ക് എക്സ്ചേഞ്ചിലേക്ക് പോകുകയാണെങ്കിൽ ബ്ലാക്കിനെ അടുത്ത റൂക്കിനെ അതേ സ്കോറിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അല്ലാതെ ഇപ്പോഴും ഈ നൈറ്റിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ എക്സ്ചേഞ്ചിന് ശേഷം ഈ B3 പോണിനെതിരെ 2 പീസുകൾ വെച്ച് അറ്റാക്ക് വരികയും ആ പോണിനെ വിട്ടെടുക്കാൻ അവസരം കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് വൈറ്റും ഇപ്പോൾ റൂക്കുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ നൈറ്റിനെ അറ്റാക്കിൽ നിന്നും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്യുന്നില്ല. പകരം റൂക്കിനെ A2ലേക്ക് കൊണ്ടുവരുന്നു. ബ്ലാക്കിന് ഇപ്പോഴും ഈ പോൺ വെച്ച് നൈറ്റിനെ എടുക്കാൻ പറ്റില്ല. അങ്ങനെ വിട്ടുകയാണെങ്കിൽ പോൺ വെച്ച് തിരിച്ചു വിട്ടുമ്പോൾ ഒരേ സമയം 2 പീസുകൾക്കെതിരെ അറ്റാക്ക് വരും. ഈ സമയത്ത് ഇവിടെ ഒരു ഫോർക്ക് കിട്ടുന്നതിന് വേണ്ടി നൈറ്റിനെ E2ലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ വൈറ്റിനെ റൂക്ക് വെച്ച് ബിഷപ്പിനെ ഇട്ടെടുക്കാം. ഈ സമയത്ത് നൈറ്റ് വെച്ച് ഇങ്ങനെ ഒരു ഫോർക്ക് കൊടുത്താലും റൂക്ക് വെച്ച് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുത്തുകൊണ്ട് അതൊരു എക്സ്ചേഞ്ച് സാക്രിഫൈസ് ആക്കി മാറ്റാൻ കഴിയും. ഇവിടെയും ബ്ലാക്കിന് തന്നെയാണ് അഡ്വാൻറ്റേജ് ഉള്ളതെങ്കിലും കാൾസൺ ഈ ഒരു പ്രശ്നം കൂടെ പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. ആദ്യം കിങ്ങിനെ G7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഇനി വേണമെങ്കിൽ ബ്ലാക്കിന് പോൺ വെച്ച് ആ നൈറ്റിനോട് എടുക്കാം. എന്നാൽ വൈറ്റ് ഇപ്പോൾ തന്നെ ഈ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ ബ്ലാക്കിന് ഇപ്പോൾ ഇങ്ങനെ ഒരു എക്സ്ചേഞ്ചിന് ആവശ്യമില്ല. ഇവിടെ ഉണ്ടെന്ന നൈറ്റ് ഇങ്ങോട്ടേക്ക് മാറുമ്പോൾ E4ലേക്ക് വൈറ്റിനുള്ള ഒരു കൺട്രോൾ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ നൈറ്റ് വെച്ച് ആ പോൺ ഇട്ടുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നതോടൊപ്പം E2ലേക്കും ഒരു അറ്റാക്ക് കൊണ്ടുവരാം. ഇപ്പോൾ നൈറ്റ് വെച്ച് നൈറ്റിനോട്ടായാലും ബിഷപ്പ് വെച്ച് തിരിച്ചെട്ടിക്കൊണ്ട് D2ലേക്കും G2ലേക്കും ഇങ്ങനെ അറ്റാക്ക് കൊടുക്കാം. ഇപ്പോൾ ഈ G2ലേക്കുള്ള അറ്റാക്ക് സ്ട്രോങ് ആയതുകൊണ്ട് പോൺ വെച്ച് അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ബിഷപ്പ് വെച്ച് പോൺ എടുത്തുകൊണ്ട് ഇവിടെ ഒരു പോണിനെ കൂടെ ബ്ലാക്കിനെ നേടിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് വൈറ്റ് ഇപ്പോഴും ഈ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല. പകരം നൈറ്റ് വെച്ച് വരാൻ സാധ്യതയുള്ള ആ ഫോർക്കിൽ നിന്നും ഒരു റൂക്കിനെ ഒഴിവാക്കാണ്. റൂക്കിനെ A7ലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ ഇപ്പോൾ ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയേണ്ടി വരികയാണ്. ഇപ്പോഴും ബ്ലാക്ക് പോൺ വെച്ച് നൈറ്റിനോട്ട് എടുക്കുകയാണെങ്കിൽ പോൺ വെച്ച് തിരിച്ചുവിട്ടുമ്പോൾ ബ്ലാക്കിൻ്റെ 2 പീസുകൾ ഒരേ സമയം അറ്റാക്കിലാകും. ബ്ലാക്ക് ആ പ്രശ്നം കൂടെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് റൂക്കിനെ D4ലേക്ക് കൊണ്ടുവന്ന് ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നു. വൈറ്റിനെ ഇപ്പോൾ വേണമെങ്കിൽ നൈറ്റിനെ അറ്റാക്കിൽ നിന്നും F1ലേക്ക് മൂവ് ചെയ്യാം. അങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്തായാലും ഒരു എക്സ്ചേഞ്ച് നടക്കും. ഈ എക്സ്ചേഞ്ചിന് ശേഷം വൈറ്റിനെ E4ലേക്ക് കൊണ്ടുവന്ന 2 കൺട്രോളുകളും നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ബ്ലാക്കിന് നൈറ്റ് വെച്ച് ആ പോണിനെ എടുത്തുകൊണ്ട് ആ നഷ്ടപ്പെട്ട പോണിനെ തിരിച്ചെടുക്കാൻ അവസരം കിട്ടും. അതുകൊണ്ടാവും വൈറ്റ് ഇപ്പോഴും ഈ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല. പകരം അടുത്ത നൈറ്റിനെ F3ലേക്ക് കൊണ്ടുവന്ന്
റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെ കാൾസന്റെ ഭാഗത്തു നിന്നും വളരെ മികച്ചൊരു മൂവ് വരെയാണ്. ഇവിടെ ഈ റൂക്കിനെ അറ്റാക്കിൽ നിന്നും മാറ്റുന്നില്ല, പകരം പോൺ ഉപയോഗിച്ച് നൈറ്റിനായിട്ട് എടുത്തുകൊണ്ട് റൂക്കിനെ സാക്രിഫൈസ് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ നൈറ്റ് വെച്ച് റൂക്കിനെ എടുക്കുകയാണെങ്കിൽ ബ്ലാക്കിന് പോൺ വെച്ച് ഈ F2 പോണിനെ എടുക്കാം. പിന്നീട് ഈ പോണിനെ തടയുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ നൈറ്റ് വെച്ച് റൂക്കിനെ ഇട്ടുന്നില്ല, പകരം പോൺ വെച്ച് പോണിനെ എടുത്തുകൊണ്ട് ബ്ലാക്കിൻ്റെ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇതോടെ ഒരേ സമയം ബ്ലാക്കിൻ്റെ 2 പീസുകൾ അറ്റാക്കിലായിരിക്കുകയാണ്. ഇപ്പോൾ ഈ റൂക്കിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ നൈറ്റ് നഷ്ടപ്പെടും. അല്ലാതെ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് കൊണ്ടെങ്കിലും മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ നൈറ്റ് വെച്ച് റൂക്കിനെ ഇട്ടെടുക്കുക. പോൺ വെച്ച് നൈറ്റിനെ ഇട്ടുകൊണ്ട് റൂക്കിനെതിരെ അറ്റാക്ക് വന്നാലും പ്രശ്നമില്ല, റൂക്ക് വെച്ച് ഈ ബിഷപ്പിനെ കൂടെ വെട്ടിയെടുക്കാൻ കഴിയും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ഈ 2 പീസുകളെയും രക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല, പകരം നൈറ്റ് വെച്ച് H3 പോണിനെ എടുത്തുകൊണ്ട് നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇപ്പോൾ വൈറ്റ് നൈറ്റ് വെച്ച് റൂക്കിനെ എടുക്കുകയാണെങ്കിൽ പോൺ വെച്ച് തിരിച്ചോട്ടുകൊണ്ട് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുക. ഇപ്പോൾ ബ്ലാക്കിൻ്റെ ബിഷപ്പിന് സപ്പോർട്ട് ഇല്ലെങ്കിലും റൂക്ക് വെച്ച് ബിഷപ്പിനെ വിട്ടാൻ പറ്റില്ല. അങ്ങനെ വിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഫോർക്കും ചെക്ക് വരുമ്പോൾ ആ റൂക്ക് നഷ്ടപ്പെടും. അല്ലാതെ റൂക്കിനെതിരെ അറ്റാക്ക് ആയതുകൊണ്ട് തന്നെ റൂക്കിനെ അറ്റാക്കിൽ നിന്നും വേറെ അങ്ങോട്ടും മാറ്റുകയാണെങ്കിൽ ബിഷപ്പ് വെച്ച് ഈ E4 പോണെ കൂടെ വെട്ടിയെടുക്കുക. അതോടെ ഈ G2 പോൺ പിന്നിങ്ങിലാകും. അതുകൊണ്ട് തന്നെ പോൺ വെച്ച് നൈറ്റ് വെട്ടാൻ പറ്റില്ല. ഈ പിൻ ഒഴിവാക്കുന്നതിനായിട്ട് ആദ്യം റൂക്ക് വെച്ച് ബിഷപ്പിനെ എടുത്ത ശേഷം പോൺ വെച്ച് നൈറ്റ് എടുക്കാമെന്ന് ചോദിച്ചാലും അത് സക്സസ് ആവില്ല. കാരണം ഇവിടെ ഇപ്പോൾ നൈറ്റ് വെച്ച് റൂക്കിനെ വെട്ടേണ്ട ആവശ്യമില്ല. ഈ അറ്റാക്കുള്ള നൈറ്റ് വെച്ച് തന്നെ വീണ്ടും ഇവിടെ ഒരു ഫോർക്ക് ചെക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്കിനി ഗെയിമിലേക്ക് വരാം. ഇവിടെ ഏത് വേരിയേഷൻ നോക്കിയാലും ബ്ലാക്കിൻ്റെ ഈ നൈറ്റ് വളരെ വലിയൊരു പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗുഗേഷ് ഇപ്പോൾ നൈറ്റ് വെച്ച് ഈ റൂക്കിനെ എടുക്കുന്നില്ല, പകരം പോൺ ഉപയോഗിച്ച് നൈറ്റിനെ എടുക്കുന്നു. എന്നാൽ കാൾസൺ ഇപ്പോഴും ആ റൂക്കിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല, പകരം ബിഷപ്പ് വെച്ച് E4 പോൺ എടുത്തുകൊണ്ട് വൈറ്റിൻ്റെ നൈറ്റിനെ പിൻ ചെയ്യുന്നു. വൈറ്റ് വേഗം ആ പിൻ ഒഴിവാക്കാണ്. അതിനായിട്ട് കിങ്ങിനെ H2 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് റൂക്കിനെ D1 കൊണ്ടുവരുന്നു. ഇപ്പോൾ റൂക്ക് ഇങ്ങോട്ടേക്ക് മാറിയതോടെ ബിഷപ്പിന് ഇനി നൈറ്റിൻ്റെ സപ്പോർട്ട് അത്രമേ ഉള്ളൂ. ഗുഗേഷ് ആ നൈറ്റിനെ ടാർഗറ്റ് ചെയ്യാണ്. ആദ്യം G4 മൂവ് ചെയ്യുന്നു. ഇനി ആ നൈറ്റിനെതിരെ അറ്റാക്ക് വരുമ്പോൾ ബിഷപ്പ് വെച്ച് നൈറ്റിനെ വിട്ടുകൊണ്ട് എക്സ്ചേഞ്ചിലൂടെ ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. കാരണം വൈറ്റിന് ആദ്യം ഒരു ചെക്കോട് കൂടി ബ്ലാക്കിൻ്റെ നൈറ്റിനെ വെട്ടിയെടുക്കാം. കിങ് ചെക്കിൽ നിന്ന് എങ്ങനെ തന്നെ മാറിയാലും അടുത്ത് ഈ ബിഷപ്പിനെ കൂടെ വെട്ടിയെടുക്കാം. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ തന്നെ ബിഷപ്പും നൈറ്റും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിൽ വലിയ ലാഭമൊന്നും കിട്ടാൻ പോകുന്നില്ല. കാൾസണിവിടെ എക്സ്ചേഞ്ചിലൂടെ ഒരു പോണിന് ലാഭം നേടിയെടുക്കുകയാണ്. ആദ്യം ബിഷപ്പ് വെച്ച് D5 പോൺ എടുത്തുകൊണ്ട് ബിഷപ്പിനെതിരെയും B3 പോണിനെതിരെയും ഒരുമിച്ച് അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റിനിപ്പോൾ ആ എക്സ്ചേഞ്ച് ഓഫർ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരികയാണ്. ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ ഇട്ടുന്നു. ബ്ലാക്ക് നൈറ്റ് വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ആ റൂക്കിനിപ്പോൾ അറ്റാക്കിൽ നിന്നും സേഫായിട്ട് പോകാൻ 2 സ്ക്വയറുകളേ ഉള്ളൂ. ഒന്നുകിൽ E2 മൂവ് ചെയ്യാം, അല്ലെങ്കിൽ E4 മൂവ് ചെയ്യാം. ഇതിൽ ഏത് സ്ക്വയറിലേക്ക് മൂവ് ചെയ്യുന്നു എന്നത് വളരെ പ്രധാനമാണ്. E4 മൂവ് ചെയ്താൽ വളരെ അപകടമായതുകൊണ്ട് E2 മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ റൂക്ക് E2 എന്നതോടെ ഈ കിങ്ങിനെ കൂടെ കവർ ചെയ്യാൻ കഴിയുന്നു എന്നാണ് ഈ മൂവിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ബ്ലാക്ക് റൂക്ക് വെച്ച് E3 പോൺ എടുത്താലും വൈറ്റിനെ നൈറ്റിനെ G5 മൂവ് ചെയ്തുകൊണ്ട് ഇങ്ങനൊരു കൗണ്ടർ അറ്റാക്കിനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ ഇവിടെ റൂക്കിനെതിരെ അറ്റാക്ക് വന്നപ്പോൾ റൂക്ക് E4 മൂവ് ചെയ്തതെങ്കിൽ അങ്ങനൊരു അറ്റാക്കിനുള്ള സാധ്യതയില്ല. കാരണം ബ്ലാക്ക് റൂക്ക് വെച്ച് ആ പോൺ എടുക്കുമ്പോൾ ഇങ്ങനൊരു അറ്റാക്കിന് ശ്രമിക്കുകയാണെങ്കിൽ അടുത്ത 3 മൂവിൽ ചെക്ക്മേറ്റ് ആവും. ആദ്യം റൂക്ക് വെച്ച് ചെക്ക് വരും. ഇപ്പോൾ ഒന്നുകിൽ റൂക്ക് വെച്ച് ബ്ലോക്ക് ചെയ്യണം, കിങ്ങിനെ ഈ 2 സ്കോറിലേക്കിടയിൽ മാറ്റേണ്ടി വരും. ആ സമയത്ത് അടുത്ത ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ റൂക്ക് വെച്ച് ബ്ലോക്ക് ചെയ്താലും അടുത്ത മൂവിൽ ചെക്ക്മേറ്റ് ആവും. അങ്ങനെ ഒരു അറ്റാക്ക് മുന്നിൽ കണ്ടുകൊണ്ടാണ് റൂക്കിനെ E4 മൂവ് ചെയ്യുന്നതിന് പകരം E2 കൊണ്ടുവന്നത്. ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് റൂക്ക് വെച്ച് പോൺ എടുക്കുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ നൈറ്റ് G5 വന്ന് ഇങ്ങനൊരു കൗണ്ടർ അറ്റാക്കിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ തന്നെ പോണിനെ എടുക്കുന്നില്ല, പകരം നൈറ്റിനെ F4 കൊണ്ടുവന്ന് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് റൂക്കിനെ C2 മൂവ് ചെയ്യുന്നു. ഇപ്പോൾ റൂക്ക് C2 മൂവ് ചെയ്യുന്നതിന് പകരം B2 കൊണ്ടുവന്ന് പോണിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നൈറ്റ് വെച്ച് വീണ്ടും റൂക്കിനെതിരെ അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോഴും നേരത്തെ കണ്ട അതേ അവസ്ഥ തന്നെയാണ്. ബ്ലാക്ക് റൂക്ക് വെച്ച് പോൺ എടുക്കുകയാണെങ്കിൽ വൈറ്റിനെ നൈറ്റ് വെച്ച് ഇങ്ങനെ അറ്റാക്ക് കൊടുക്കാനുള്ള അവസരം കിട്ടും. അതുകൊണ്ട് ബ്ലാക്ക് ആദ്യം കിങ്ങിനെ F6 കൊണ്ടുവന്ന് G5 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. വൈറ്റ് H4 മൂവ് ചെയ്തുകൊണ്ട് ആ സ്ക്വയറിലേക്ക് ഒരു കൺട്രോളർ കൊണ്ടുവരുന്നു. ബ്ലാക്ക് ഇപ്പോഴും ഈ പോണിനെ എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വൈറ്റിനെ നൈറ്റിനെ G5 കൊണ്ടുവരാം.
അതിനുശേഷം റൂക്ക് ഉപയോഗിച്ച് F6 പോൺ ഒട്ടിച്ച് ചെക്ക് വരുമ്പോൾ ചെക്ക് മേറ്റ് ആണ്. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ബ്ലാക്ക് അഡ്വാൻസ് ആയിട്ട് കിങ്ങിനെ E6 മൂവ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ G5 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ F6 മൂവ് ചെയ്യുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചാൽ റൂക്ക് വെച്ച് പോണിട്ട് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക് മേറ്റ് ആണ്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ. ബ്ലാക്ക് കിങ്ങിനെ D5 മൂവ് ചെയ്യുന്നു. വൈറ്റ് റൂക്കിനെ A5 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇവിടെയും C5 മുഴുവൻ റൂക്കിന് കൺട്രോളുള്ളതുകൊണ്ട് വേറെ അങ്ങോട്ടേക്കും പോകാൻ പറ്റില്ല. ഇപ്പോഴും കിങ്ങിന് മൂവ് ചെയ്യാൻ ഒരു സ്കോറേ ഉള്ളൂ. ബ്ലാക്ക് കിങ്ങിനെ D4 മൂവ് ചെയ്യുന്നു. വൈറ്റ് വീണ്ടും റൂക്കിനെ A4 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ബ്ലാക്ക് കിങ്ങിനെ D3 കൊണ്ടുവന്ന് വൈറ്റിൻ്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് റൂക്കിനെ F2 മൂവ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് ഇപ്പോഴും റൂക്ക് വെച്ച് B3 പോൺ ഇട്ടിരിക്കുകയാണെങ്കിൽ വൈറ്റിന് റൂക്കിനെ F3 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കാനും കിങ് ചെക്കിൽ നിന്ന് മാറുമ്പോൾ അടുത്ത് A2 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കാനും അവസരം കിട്ടും. അതുകൊണ്ട് ഇപ്പോഴും റൂക്ക് വെച്ച് പോൺ ഇട്ടുന്നില്ല. പകരം F6 കൊണ്ട് വൈറ്റിൻ്റെ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. എന്നാൽ വൈറ്റ് ഇപ്പോൾ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല. പകരം റൂക്കിനെ F3 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ആ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ കിങ്ങിനെ E2 കൊണ്ടുവരുന്നു. ആ റൂക്കിന് ഇപ്പോഴും നൈറ്റിൻ്റെ സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് വൈറ്റ് അടുത്ത റൂക്കിനെ A2 കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് റൂക്കിനെ D2 കൊണ്ടുവന്ന് ആ ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. ഇവിടെ ഗുഗേഷ് ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. റൂക്ക് വെച്ച് റൂക്കിനെ ഇട്ടുന്നു. ബ്ലാക്ക് റൂക്ക് വെച്ച് തിരിച്ചിട്ടുന്നു. അതിനുശേഷം ഈ അറ്റാക്കുള്ള നൈറ്റ് വെച്ച് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ്ങിനെ E2 കൊണ്ടുവന്ന് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. എന്നാൽ വൈറ്റ് ഇപ്പോൾ ഈ റൂക്കിനെ എങ്ങോട്ടെങ്കിലും മാറ്റുന്നില്ല. പകരം കിങ്ങിനെ G3 കൊണ്ടുവന്ന് റൂക്കിനെ സപ്പോർട്ട് ചെയ്യുന്നു. വൈറ്റിന് ഇപ്പോഴും നൈറ്റ് വെച്ച് ഈ രണ്ട് പോണുകൾക്കെതിരെയും ഫോർക്കുണ്ട്. ബ്ലാക്കിന് എന്തായാലും ഒരുമിച്ച് ആ രണ്ട് പോണുകളും സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് D5 കൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് നൈറ്റ് വെച്ച് F6 പോണിനെ വെട്ടിയെടുക്കുന്നു. ഇതാണ് ഗെയിമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഇവിടെ രണ്ടുപേരും ഒരുപോലെ ചിന്തിക്കുകയാണ്. ഇവിടെ കാൾസൺ റൂക്കിനെ F8 കൊണ്ടുവന്ന് വൈറ്റിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ കാൾസൺ വെറുതെ ഒരു അറ്റാക്ക് കൊടുത്തേക്കുന്നില്ല, ഇതൊരു ട്രാപ്പാണ്. വൈറ്റ് ഇപ്പോൾ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റിക്കൊണ്ട് ആ റൂക്കിനെതിരെ തിരിച്ചറ്റാക്ക് കൊടുക്കുകയാണെങ്കിൽ അടുത്ത മൂവിൽ തന്നെ ഈ റൂക്കിനെ നേടിയെടുക്കുകയാണ് ഉദ്ദേശം. അതായത് ഇവിടെ ഇപ്പോൾ ഈ റൂക്കിനെ അറ്റാക്കിൽ നിന്ന് മാറ്റേണ്ട ആവശ്യമില്ല. പകരം നൈറ്റിനെ H5 കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് ആ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുക. ഇപ്പോൾ ചെക്ക് ആയതുകൊണ്ട് തന്നെ വൈറ്റിനെ അത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ഈ സമയത്ത് ഒരു ചെക്കോട് കൂടി റൂക്ക് വെച്ച് റൂക്കിനെ ഇട്ടെടുക്കാനും പിന്നീട് ഗെയിം വിജയിക്കുകയും ചെയ്യുന്നതാണ് കാൾസൺ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നാൽ ആ ഒരു ട്രാപ്പ് മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് ഗുഗേഷ് ഇവിടെ കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നൈറ്റ് വെച്ച് റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നില്ല. ആദ്യം റൂക്കിനെ F2 കൊണ്ടൊന്ന് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് കിങ്ങിനെ E1 മാറ്റിയ ശേഷം നൈറ്റിനെ D7 കൊണ്ടുവന്ന് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. നേരത്തെ പൊസിഷനും ഇപ്പോഴും തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അതായത് ബ്ലാക്ക് ഇപ്പോൾ നൈറ്റിനെ H5 കൊണ്ടുവന്ന് ചെക്ക് കൊടുത്താലും വൈറ്റിനെ അത് അക്സെപ്റ്റ് ചെയ്യാം. ഇപ്പോൾ ബ്ലാക്ക് റൂക്ക് വെച്ച് റൂക്കിനെ ഇട്ടാലും അത് ചെക്കല്ല. അതുകൊണ്ട് തന്നെ വൈറ്റിനൂടെ ഫോഴ്സ്ഡ് മൂവ് അല്ലാതെ ഒരു മൂവ് കിട്ടും. ആ മൂവിൽ നൈറ്റ് വെച്ച് E5 പോൺ എടുത്തുകൊണ്ട് G6 പോണിനെതിരെ അറ്റാക്ക് കൊടുക്കാം. ബ്ലാക്ക് ഇപ്പോൾ ആ പോണിനെ സംരക്ഷിക്കാനായിട്ട് പോൺ വെച്ച് പോൺ ഇട്ടാണെങ്കിൽ ഒരു ഫോർക്കൻ ചെക്ക് കൊടുക്കാനും ആ റൂക്കിനെ കൂടെ നേടിയെടുക്കാനും അവസരം കിട്ടും. ഈ ഫോർക്കൻ ചെക്ക് തടയുന്നതിനായിട്ട് വേറെ എന്തെങ്കിലും മൂവ് ചെയ്യുന്നെങ്കിൽ പോൺ വെച്ച് പോൺ എടുക്കാനും പിന്നീട് ഇങ്ങനെ ഒരു കണക്റ്റഡ് പോൺ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ പോണുകളെ മുന്നോട്ട് കൊണ്ടുപോകാനും അവസരം കിട്ടും. അതുകൊണ്ട് തന്നെ കാൾസൺ ഇതേ അറ്റാക്ക് തന്നെ മറ്റൊരു രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ഈ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ രണ്ടുപേർക്കും നല്ല ടൈം പ്രഷറുണ്ട്. അതുകൊണ്ട് തന്നെ കാൽക്കുലേഷനിൽ ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിക്കുകയാണ്. ഇവിടെ കാൾസൺ നൈറ്റിനെ E2 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇത് ഗെയിമിലെ തന്നെ ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ്. ഇവിടെ ഇപ്പോൾ കിങ് ചെക്കിൽ നിന്നും എങ്ങോട്ട് തന്നെ മാറിയാലും റൂക്ക് വെച്ച് ഈ റൂക്കിന് വിട്ടെടുക്കാമെന്നാവും കാൾസൺ കാൽക്കുലേറ്റ് ചെയ്തത്. എന്നാൽ കാൾസൻ്റെ ഈ മിസ്റ്റേക്ക് ഗുഗേഷ് വളരെ വേഗം തന്നെ തിരിച്ചറിയാണ്. ഇപ്പോൾ കിങ്ങിനെ എങ്ങോട്ടെങ്കിലും മാറ്റുന്നില്ല. പകരം ഒരു ചെക്കോട് കൂടി തന്നെ ആ നൈറ്റിനെ വെട്ടിയെടുക്കുന്നു. ബ്ലാക്ക് എന്തായാലും അത് അക്സെപ്റ്റ് ചെയ്യാണ്. കിങ് വെച്ച് റൂക്കിന് ഇട്ടുന്നു. വൈറ്റ് നൈറ്റ് വെച്ച് ബ്ലാക്കിൻ്റെ റൂക്കിന് എടുക്കുന്നു. ഇതോടെ വൈറ്റിന് ഒരു എക്സ്ട്രാ നൈറ്റും ഒരു പാസ്ഡ് പോണും കിട്ടിയിരിക്കുകയാണ്. ഇവിടെ ബ്ലാക്കിനും സ്ട്രോങ് ആയിട്ട് രണ്ട് പാസ്ഡ് പോണുകളുണ്ട്. ഇവിടെ എന്തായാലും ഈ G6 പോണിനെ മുന്നോട്ട് കൊണ്ടൊരു കാര്യമില്ല. അതുകൊണ്ട് കാൾസൺ D4 മൂവ് കൊണ്ട് പാസ്ഡ് പോണിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. വൈറ്റ് നൈറ്റിനെ E6 കൊണ്ടുവരുന്നു. കാൾസൺ വീണ്ടും ആ പോണിനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയാണ്. D3 മൂവ് ചെയ്യുന്നു. ഇനി ഈ പോണെ തടയുക എന്നത് അത്ര എളുപ്പമല്ല. വളരെ കൃത്യമായിട്ടുള്ള മൂവുകളുണ്ടെങ്കിൽ മാത്രമേ ആ പോണിനെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. ഗുഗേഷ് വളരെ മികച്ച രീതിയിൽ തന്നെ അതിന് സ്റ്റോപ്പ് ചെയ്യാണ്. അടുത്തായിട്ട് വളരെ പ്രധാനപ്പെട്ട മൂവാണ് വരുന്നത്.
നൈറ്റിനെ C5ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ എന്തായാലും അടുത്ത പോൺ വെച്ച് ആ പോണിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നൈറ്റ് വെച്ച് പോണിനെ ഇട്ടെടുക്കുക. അല്ലാതെ ഈ പോണിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെങ്കിൽ നൈറ്റിനെ E4ലേക്ക് തന്നെ കൊണ്ടുവരാം. ഇപ്പോൾ പോണിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു ഫോർക്കും ചെക്ക് കൊടുത്തുകൊണ്ട് ആ ക്വീനെ നേടിയെടുക്കാനും പിന്നീട് ഇതിലേതെങ്കിലും ഒരു പോണിനെ പ്രൊമോട്ട് ചെയ്യാനും വൈറ്റിന് സാധിക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് പോണിനെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഈ പോണിനെ മുന്നോട്ട് കൊണ്ടുപോകാനോ ശ്രമിക്കുന്നില്ല. പകരം കിങ്ങിനെ E3ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് നൈറ്റ് വരാനുള്ള ആ സ്ക്വയർ ബ്ലോക്ക് ചെയ്യുന്നു. ഇപ്പം എന്തായാലും ആ നൈറ്റിന് E4ലേക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് ഗുഗേഷ് മറ്റൊരു രീതിയിൽ ഈ പോണിനെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ A4ലേക്ക് കൊണ്ടുവരുന്നു. ഇനി ബാക്കി പോണിനെ മുന്നോട്ട് കൊണ്ടുവന്നാലും നൈറ്റിനെ B2ലേക്ക് കൊണ്ടുവന്ന് ഈ D1 സ്ക്വയർ കൺട്രോൾ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോഴും പോണിനെ മുന്നോട്ട് കൊണ്ടുവരുന്നില്ല. പകരം E4 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. വൈറ്റ് H5 മൂവ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് ആ പോണിൽ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാണ്. പോൺ വെച്ച് പോണോട്ടുന്നു, വൈറ്റ് പോൺ വെച്ച് തിരിച്ചിട്ടുന്നു. ഇതോടെ വൈറ്റിൻ്റെ രണ്ട് പാസ്റ്റ് പോണുകളും വളരെ സ്ട്രോങ് ആയിട്ട് മാറിയിട്ടുണ്ട്. ബ്ലാക്ക് ഇവിടെ E5ലെ പോണിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് കിങ്ങിനെ D2ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് E5 ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ വൈറ്റ് വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ പോണിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ബ്ലാക്കിനും അതുപോലെ പോണിനെ പ്രൊമോട്ട് ചെയ്യാൻ കഴിയും. ബ്ലാക്കിനിവിടെ ഒരു ചെക്കോടുകൂടിയാണ് പ്രൊമോട്ട് ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലാക്കിനിവിടെ തുടർച്ചയായിട്ടുള്ള ചെക്കുകൾ കൊടുത്തുകൊണ്ട് ഈ ഗെയിം സമനിലയിലേക്ക് എത്തിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഗുഗേഷ് ഇപ്പോൾ ഈ പോണിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. വളരെ കൃത്യമായിട്ടുള്ള മൂവ് തന്നെയാണ് ചെയ്യുന്നത്. നൈറ്റിനെ B2ലേക്ക് കൊണ്ടുവരുന്നു. വൈറ്റിനിപ്പോൾ ഈ D1ലേക്കേ കൺട്രോൾ ഉള്ളൂ. അതുകൊണ്ട് ബ്ലാക്ക് അടുത്ത പോണിനെ പ്രൊമോട്ട് ചെയ്യാൻ തന്നെ കൊണ്ടുവരാണ്. E3 മൂവ് ചെയ്യുന്നു. നൈറ്റിനെ C4ലേക്ക് കൊണ്ടുവന്ന് ഒരു ഫോർക്കും ചെക്ക് കൊടുക്കുന്നു. കാൾസൺ അവസാന നിമിഷം വരെയും വിട്ടുകൊടുക്കുന്നില്ല. ഇത്തവണ അടുത്ത പോണിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് കിങ്ങിനെ E2ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് D5 ഓപ്പൺ ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ നൈറ്റ് വെച്ച് പോൺ ഇട്ടാണെങ്കിൽ കിങ് വെച്ച് നൈറ്റ് നോട്ടിയ ശേഷം ആ പോണിനെ പ്രൊമോട്ട് ചെയ്യാം. അല്ലാതെ ഈ പാസ്റ്റ് പോണിനെ മുന്നോട്ടുണ്ടാണെങ്കിൽ D3 മൂവ് ചെയ്തുകൊണ്ട് അടുത്ത പോണിനെ മുന്നോട്ടുണ്ടാകാം. എന്നാൽ ഗുഗേഷ് ഇപ്പോൾ ഇത് രണ്ടും ചെയ്യുന്നില്ല. ഗുഗേഷിൻ്റെ അടുത്ത മൂവോടെ കാൾസൺ തോൽവി സമ്മതിക്കുകയായിരുന്നു. ഗുഗേഷ് ഇപ്പോൾ നൈറ്റ് വെച്ച് പോണ്ടോട്ടാനോ അല്ലെങ്കിൽ പാസ്റ്റ് പോണിനെ മുന്നോട്ട് കൊണ്ടുപോകാനോ ശ്രമിക്കുന്നില്ല. പകരം കിങ്ങിനെ F4ലേക്ക് കൊണ്ടുവന്ന് E3ലെ പോണിനെതിരെ ഒരറ്റാ കൂടെ കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് എന്ത് തന്നെ മൂവ് ചെയ്താലും നൈറ്റ് വെച്ച് ആ പോണിനെടുക്കാൻ കഴിയും. ഉദാഹരണത്തിന് D2 മൂവ് ചെയ്യുകയാണെങ്കിലും നൈറ്റ് വെച്ച് E3ലെ പോണിനെടുക്കാം. ഇതോടെ ഈ D1 സ്കോറിലേക്ക് കണ്ടുള്ളതുകൊണ്ട് പോണിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. നൈറ്റിന് കിങ്ങിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് കിങ് വെച്ച് വെട്ടാനും പറ്റില്ല. ഇനി യാതൊരു പ്രശ്നമില്ലാതെ വൈറ്റിന് ഈ പോണിനെ പ്രൊമോട്ട് ചെയ്യാനും ഗെയിം വളരെ വേഗം വിജയിക്കാനും കഴിയും. കാൾസനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പോകുന്നൊരു എതിരാളി ലോക ചെസ്സിൽ ഇല്ല എന്നത് സത്യമാണെങ്കിലും ഗുഗേഷുമായിട്ടുള്ള ക്ലാസിക്കൽ പോരാട്ടം അദ്ദേഹത്തിൻ്റെ ഒരു അഭിമാന പ്രശ്നമായിട്ട് തന്നെയാണ് അദ്ദേഹം കണക്കാക്കിയിരുന്നതെന്ന് മനസ്സിലാക്കാൻ. ഈ ഗെയിം തോറ്റതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഫ്രസ്ട്രേഷനിൽ നിന്നും ഇതെല്ലാം വ്യക്തമാണ്. ഇനി ജയിക്കേണ്ടിരുന്ന ഗെയിം തോറ്റതുകൊണ്ടാണോ അല്ല ഗുഗേഷിനോട് തോറ്റതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും വളരെയധികം നിരാശനായിട്ടാണ് അദ്ദേഹം പോയത്. അതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഇതിൻ്റെ കൂടെ ചേർക്കണമെന്നുണ്ട്. കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണിക്കാം. എന്തായാലും വളരെ മികച്ചൊരു ഗെയിം തന്നെയായിരുന്നു. ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.